അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ നിന്ന് പരിശുദ്ധ ഗേഹത്തിലേക്ക് യാത്ര തിരിച്ചവരും യാത്ര തിരിക്കാൻ കാത്തിരിക്കുന്നവരും നിലവിലുണ്ട്. ഇവിടെ ഹജ്ജ് എന്ന കർമ്മം, അതിൻ്റെ ഓരോ ചുവടുവെപ്പിലും മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ഭാര്യ ഹാജറയുടെയും ചരിത്രങ്ങൾ വിളിച്ചോതുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാത്തിരുന്നു ലഭിച്ച മകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ആ ഇസ്മായിൽ അലൈഹിസ്സലാം തന്നോളം വളർന്നെത്തി കളിപ്രായമെത്തിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്തിലെ 102 വചനത്തിൽ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഫലമ്മ ബലഗ മഅഹു സഅയ, തന്നോളം കളിക്കാനെത്തിയ, പ്രായമെത്തിയ, വലുപ്പമെത്തിയ മകനോട് പറയുകയാണ്, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം, എൻ്റെ പൊന്നുമകനെ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്താ സ്വപ്നം? അന്നി അദ്ബഹുക, ഞാൻ നിന്നെ ബലികർമ്മം നടത്തുന്നു എന്നതായിരുന്നു സ്വപ്നം. ഫൻദുർ മാദാ തറ, നിനക്കെന്താ പറയാനുള്ളത്? കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ സ്വപ്നമെന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പനയെ അനുസരിക്കണമെന്ന ആ ഒരു ബോധത്തോടു കൂടിയാണ് മകനോട് സംസാരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, കാത്തിരുന്ന് കിട്ടിയ മകനാണ്. ആ മകൻ വളർന്ന് തന്നോളമെത്തിയ മകനെ അറുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനോട് അഭിപ്രായം തേടുകയാണ്. ഇനി മകനോ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രായവും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മകൻ, ഉപ്പാ, എന്നെ കൊല്ലണമെന്നാണോ നിങ്ങൾ പറയണത് എന്നൊന്നും തിരിച്ചു ചോദിക്കാൻ നിൽക്കാതെ തന്നെ തിരിച്ചു പറഞ്ഞ മറുപടിയാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗം. ഖാല യാ അബതി ഇഫ് അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ. എൻ്റെ പൊന്നുപ്പ, നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. തീർച്ചയായും ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കെന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞ് ആ മകൻ അവിടെ ആ കൽപ്പനയ്ക്ക് മുമ്പിൽ കീഴൊതുങ്ങുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈയൊരു രംഗം നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാം ഉപ്പയോട് വീണ്ടും പറയുന്നുണ്ട്, ഉപ്പ, എന്നെ മലർത്തിക്കിടത്തിയാൽ നിങ്ങൾക്ക് എന്നെ അറുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കമഴ്ത്തിക്കിടത്തണം. ആ രൂപത്തിൽ അറവിനു വേണ്ട നിർദ്ദേശങ്ങൾ കൂടി മകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥാനത്ത് രക്ഷിതാക്കളെന്ന നിലക്ക് ഓരോ ഉപ്പയും ഉമ്മയും, അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സ്ഥാനത്ത് നമ്മുടെ മക്കളെയും ചിന്തിച്ചാൽ നമ്മുടെ നിലപാടെന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ നാം എവിടെ നിൽക്കുന്നു എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വസ്ത്രരീതികൾ, നാം മുടിവെട്ടുന്ന സ്റ്റൈലുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിലുള്ള നമ്മുടെ വിധേയത്വം എത്രമാത്രമുണ്ട്? ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു 5 നേരം നിർബന്ധമാക്കിയ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നാം എല്ലാം എവിടെ നിൽക്കുന്നു എന്നെങ്കിലും ഒന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരിക്കലും സ്വന്തം മകനെ കൊല്ലാനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പരീക്ഷണം നമുക്ക് വന്നിട്ടില്ല. ആ പരീക്ഷണത്തിനു മുമ്പിൽ വിജയിച്ച പ്രവാചകനെയും ആ പ്രവാചകൻ്റെ മകനെയും കുടുംബത്തെയുമാണ് ചരിത്രം ഇന്ന് വായിക്കുന്നത്. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചത് അവരുടെ ഈമാനികമായ ശക്തിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ നമ്മൾ കീഴൊതുങ്ങണം എന്നത് ഈ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതുകൊണ്ട് ദീനിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മകനെ അറുക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് മകന് വേണമെങ്കിൽ നിഷേധിക്കാമായിരുന്നു. പക്ഷേ മകൻ നിഷേധിച്ചിട്ടില്ല. സമഅന വ അതഅന, കേട്ടു അനുസരിച്ചു എന്നതല്ലാതെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ മറ്റൊരു തീരുമാനമെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നത് നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു പാഠമാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണോ അതോ എൻ്റെ താൽപ്പര്യമാണോ വലുതെന്ന ചോദ്യത്തിനു മുന്നിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്ന് മറുപടി നൽകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനു വേണ്ടി ചിലതൊക്കെ മാറ്റി നിർത്തുന്ന സമയത്ത് പ്രതിസന്ധികൾ വന്നേക്കാം. സുഹൃത്തുക്കൾ കളിയാക്കിയെന്നു വരാം,
കുടുംബക്കാർ അകറ്റിയെന്നു വരാം. അവിടെയെല്ലാം ഉറച്ചു നിൽക്കാനുള്ള ക്ഷമയുമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനിനെ യഥാവിധം അനുസരിച്ചുകൊണ്ട് റബ്ബിൽ പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.